celebrating motherhood. Malayali Vittamma. Welcome to the brand new episode of Nirabara Malayali Vittamma, co-branded by Datri Hair Care Plus and Sera, powered by Chungat Jewelry. സ്ത്രീത്വത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാവപകർച്ചകളുമായി മലയാളി വീട്ടമ്മയുടെ ഒരു പുതിയ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിലേക്ക്. എന്താ കലക്കി കുടിക്കുന്നത്? ആര്? ഞാനാണോ കലക്കി കുടിക്കുന്നത്? അതെ. അല്ല, കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഇത്രയ്ക്ക് തലയെടുപ്പില്ലാത്തതുകൊണ്ട് ചോദിച്ചാണ്. എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ. സഞ്ജു, അല്ല, കഴിഞ്ഞ ആഴ്ച ഇവിടെ വരെ ഉള്ളായിരുന്നു, ഇപ്പൊ ഇത്ര വരെ. അതെന്താണെന്ന് എനിക്കറിയാൻ അല്ല, അതൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അല്ലെ, എന്തോ ഒരു ടെക്നിക്ക് അതിലുണ്ടെന്ന് എനിക്ക് തോന്നിയോണ്ട് ചോദിച്ചാണ്. ചെരവപ്പുറത്താണോ? ഒന്ന് ഇറങ്ങാവോ ചെരവയിൽ നിന്നും? വിനയത്തോടു കൂടി ഭൂമിയുമായി കളിയാക്കാൻ പാടില്ല. ഓക്കെ. അയ്യോ അയ്യോ, കയറിക്കോ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. എന്തിനാണ് ഇതിന്റെ പുറത്ത് കയറുന്നത്? അത് ഈ സാരിയുടെ തുമ്പ് തറയിൽ എഴയാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് പൊങ്ങി നിന്നോണ്ട്. എന്താ ഇപ്പൊ പ്രശ്നം? എന്താ? അല്ല, പ്രൊഡ്യൂസർ, അടുത്ത ആഴ്ച മുതൽ എനിക്കും വേണം 2 ചെരവ പ്ലീസ്. തുടങ്ങല്ലേ? അല്ലെങ്കിൽ ഇവിടെ കുറെ ഹൈറ്റുള്ള കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ എന്തിനാണ് ഇങ്ങനെ? ഇവിടെ എപ്പോഴും വിളിക്കാണ്ട് വരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. ആരെവിടെ? എവിടെ? ആള് വന്നിട്ടൊക്കെ ഉണ്ട്. എവിടെ? സൈഡ് മാറി ഇരിപ്പുണ്ട്, എന്താന്നറിയില്ല. അമ്മച്ചി, ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. മോളെ, എനിക്ക് എന്തെങ്കിലും കുഴപ്പം എന്നെ കണ്ടുവല്ലോ തോന്നുന്നു. കണ്ടിട്ടോ? എന്ത് കുഴപ്പം അമ്മച്ചി? നല്ല സാരി, നല്ല മാല, എന്ത് കുഴപ്പം? അവിടെ നീങ്ങുന്നേ അമ്മച്ചിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അമ്മച്ചിക്ക് പൊതുവേ കുറച്ച് പ്രശ്നമുണ്ട്, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. നീ ഒന്ന് പോടാ പുത്ര. അതല്ല, ഞാൻ ഇങ്ങോട്ട് നീങ്ങുന്ന, ഞാൻ നോക്കട്ടെ. ഒന്ന് ചിരിച്ചേ, ഒന്ന് ദേഷ്യപ്പെട്ടെ. അപ്പൊ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അമ്മച്ചി. വെള്ളം തൊടാതെ നടന്നാ മതി. അയ്യോ, അപ്പൊ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ലേ? അമ്മച്ചി പറയുന്നിടത്തൊന്നും അമ്മച്ചി 24 മണിക്കൂറും വെള്ളത്തിലാണ്. ഒന്ന് പോടാ. അല്ല, ഇപ്പൊ എന്റെ പ്രശ്നം എന്താ? ഒരാളെ പോലെ 9 പേരുണ്ടെന്നാ ഞാൻ കേട്ടേക്കാം. ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അമ്മച്ചിയെ ബാക്കി 8 പേരെ പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നു. അതല്ലടാ, ഈ പുരാണങ്ങളിലെ പഴയ നല്ല ആൾക്കാരൊക്കെ ഇല്ലേ, അവര് നമ്മളെ ഇപ്പൊ ഉള്ള ജീവിച്ചിരുന്ന ഒരു സാമ്യം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരുടെ റിസംബ്ലൻസ് ഉള്ള ആൾക്കാർ ഈ ജനറേഷനിൽ ഉണ്ടാവുന്ന, അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ആയിട്ടൊരു സാമ്യം ഉണ്ടോ എന്ന് എനിക്ക്. അമ്മച്ചിക്ക് ഏതെങ്കിലും പുരാണ കഥാപാത്രമായിട്ട് സാമ്യം ഉണ്ടോന്ന്? ഉണ്ട് അമ്മച്ചി, ഒരാളുമായിട്ടുണ്ട്. നീ പോടാ. ഞാൻ അല്ല, ഒന്നും പറഞ്ഞില്ല. അത് പഴയ ഒരു മഹാരാജാവിന്റെ ഒരു മകളുമായിട്ടൊരു ചെറിയ സാമ്യം ഉണ്ടെന്ന് സഞ്ജു പറയാം. അപ്പൊ എന്റെ പേരെന്താന്ന്? അതായത് അമ്മച്ചിയുടെ ഇപ്പോഴത്തെ പേര് രാജിനി. നല്ല പേരല്ലേ? ഭയങ്കര വെറൈറ്റി പേര്. അല്ല, അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഒരാളെന്നെ ഡാഗിണി എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിച്ചോ? അതോർത്ത് അമ്മച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അതുണ്ടല്ലോ, ഒരു പുരാതന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടൂസ ചക്രവർത്തി ഉണ്ട്. ആ ചക്രവർത്തിയുടെ കുലീനയും സുന്ദരിയും സർവോപരി സുശീലയുമായ ഭാര്യ ഉണ്ടായിരുന്നു. അവരുടെ പേര് ഡാഗിനി. ഒരു കുഴപ്പമില്ല. സമാധാനം. അത് കേട്ടപ്പോ ഞാനത് തെറ്റിദ്ധരിച്ചു. അവൻ എന്നെ വിളിച്ച ഡാർലിംഗ് എന്നായിരിക്കും. അതിന്റെ സന്തോഷത്തിലിരിക്കുകയാണ്. ഇപ്പൊ ഏതായാലും അതിലും സുന്ദരിയാന്ന് കേട്ടപ്പോ സമാധാനം. പിന്നല്ല അമ്മച്ചി, ഈ കുട്ടൂസൻ എന്ന് പറയുന്ന ആള് പ്രൈവറ്റ് ജെറ്റ് ഒക്കെ ഉണ്ടായിരുന്നാണ്, സ്വന്തമായിട്ട് പ്ലെയിൻ. എന്നെ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടോ? പിന്നെ ഞാനില്ലായിരുന്നു, വേറെ പുള്ളിക്ക് പ്രത്യേക സഞ്ജു ഉണ്ടായിരുന്നു. സഞ്ജു ഒന്ന് കുട്ടിയായിരുന്നു. ലുട്ടാപ്പി എന്നായിരുന്നു അമ്മച്ചി പേര്. അമ്മച്ചി ചെല്ലേ, നമ്മുടെ ചക്രവർത്തിക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റ് അവിടെ തന്നെയാ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. തോഴിമാരെ വീശി കൊടുക്കൂ. കണ്ടസ്റ്റൻസ് റെഡിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ തൊട്ട് റെഡിയാണ്. പിന്നെ നമ്മുടെ ജഡ്ജസ്, നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് റെഡിയാണ്. ഇന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള അപ്പിയറൻസിലൊക്കെയാണ് എല്ലാവരും. പിടിച്ചു നിൽക്കണ്ടേ അതിനു വേണ്ടിട്ട്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ജഡ്ജസിനെയും നമ്മള് സ്നേഹത്തോടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചില ചിത്രങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തിലെ അംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന, അത്രയ്ക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മുഖമാണ് ഇന്ന് വേദിയിലേക്ക് എത്താൻ പോകുന്നത്, നമ്മുടെ സ്പെഷ്യൽ ജഡ്ജായിട്ട്. പാട്ടുപാടിയാണോ സഞ്ജു സ്വാഗതം ചെയ്യുന്നത്? അതോ ഡാൻസ് കളിച്ചാണോ? പാട്ട് പാടുന്നത് വലിയ ക്ഷീണമുള്ള ഏർപ്പാടാണ്. മറ്റേ ഈ കൊടയും പിടിച്ച് കുറെ വെള്ള കുടയൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ പുറകെ ഓടി പാട്ട് പാടാം. സ്വാഗതം ചെയ്യാം.
പറഞ്ഞ പോലെ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ജഡ്ജിനെ തന്നെയാണ് ഇന്നിപ്പോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എത്ര കാലം കഴിഞ്ഞാലും എന്താ നമുക്കിപ്പോ ബിന്ദുജമ്മൻ പാടിയ പോലെ നമുക്ക് ആ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ഇപ്പൊ ഇപ്പോഴും എല്ലാവരും ആ ഒരു ചിത്രത്തിന്റെ കാര്യമല്ലേ ആദ്യം കാണുമ്പോഴേ സംസാരിക്കാറ്, അതെ അല്ലേ? അതിനോടുള്ളൊരു സ്നേഹമാണ് ഇപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് മലയാളിക്കുള്ളത്. അതെ, എനിക്ക് തോന്നുന്നു ഒരു ഇന്നും ഏറ്റവും കൂടുതൽ തവണ ടി വിയിൽ വരുന്ന സിനിമകളിലൊന്നാണ് ചിത്രം. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഞങ്ങൾ ഒരുവിധം എല്ലാ എപ്പിസോഡിലും ചിത്രം എന്ന സിനിമ ഞങ്ങൾ ഓർക്കാറുണ്ട്. കാരണം ഓരോ ടാസ്ക് കഴിയുമ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു ഡയലോഗാണ്, എന്ത് നല്ല മനോഹരമായ ആചാരങ്ങൾ. വെരി ട്രൂ, വെരി ട്രൂ. പണി കിട്ടിയില്ലേ? സോ പറയൂ, എങ്ങനെയുണ്ട് നമ്മൾ ഈ വീട്ടമ്മമാരുടെ നടുവിലേക്ക് വന്നപ്പോ? വളരെ സന്തോഷം. ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഹൗസ് വൈഫ്സ് എല്ലാവരും പറയും ഹൗസ് വൈഫ്സ് മീൻസ് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം, പിന്നെ കിച്ചണിൽ തന്നെ നോക്കിക്കൊള്ളണം. അങ്ങനെയല്ല, ഇപ്പോൾ ഹൗസ് വൈഫ്സ് ആർ ഓൾ ടാലൻറ്റഡ്, വെരി എഡ്യൂക്കേറ്റഡ്. ഒരുപാട് ടാസ്ക് മാത്രമൊന്നും പറയാൻ പറ്റില്ല, ദേ നോ എവ്രിതിങ്. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. സോ വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ കുറച്ച് സമയം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. നമ്മുടെ വീട്ടമ്മമാർക്കും എന്താണ് ഇവിടെ പെർഫോം ചെയ്യാനുള്ളത് എന്നുള്ളത് കുറച്ച് സമയം അറിയാം, അവരെ ജഡ്ജ് ചെയ്യാം. അപ്പൊ ഒരു ജഡ്ജ്മെന്റ് എന്ന് വിചാരിക്കണേ, നമ്മുടെ കൂടെ കുറച്ച് സമയം ഒരു വീട്ടമ്മയായിട്ട് എൻജോയ് ചെയ്യുന്നു. ഷുവർ, തീർച്ചയായിട്ടും. വെൽക്കം ടു അവർ ജഡ്ജിംഗ് പാനൽ. പ്രേക്ഷകരും നമ്മുടെ കണ്ടസ്റ്റൻസും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്നത്തെ ഗ്രൂപ്പ് ടാസ്ക് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പായിട്ടാണ് വരുന്നെങ്കിലും ടാസ്ക് എല്ലാവരും ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ആ ഒരു ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ഇവരാണ് നമ്മുടെ ഇന്നത്തെ ഇരകൾ, ബലിയാടുകൾ. അതെ, സഞ്ജു ടാസ്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക്. നിങ്ങൾ പേടിക്കണ്ട, എന്നത്തെയും പോലെ വളരെ ലളിതവും സാഹസികവുമായ രസകരവുമായ. അതെ, വേറൊന്നുമില്ല. നിങ്ങള് നെയ്യ് കൊണ്ട് ഒരു ചെറിയൊരു ഡിഷ് ഉണ്ടാക്കണം. ഇത് മാത്രമേ ഉള്ളൂ. ഈ നെയ്യ് വെണ്ണ ഉരുക്കിയിട്ട് തന്നെ ഉണ്ടാക്കണം. അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. പക്ഷെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഈ വെണ്ണ നമ്മള് തൈര് കടഞ്ഞുണ്ടാക്കണം. മനസ്സിലായോ? തൈര് കടഞ്ഞിട്ട് വേണം. കണ്ടിട്ടില്ല ഇങ്ങനെ? തൈര് കടഞ്ഞിട്ടാണല്ലോ വെണ്ണ ഉണ്ടാവുക. അതെ, നിങ്ങൾ തന്നെ ചെയ്യണം. അതെ അതെ അതെ. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം കൂടി ഉള്ളത്, ഈ തൈര് ഏതോ ഉറിയുടെ മുകളിലോ കലത്തിന്റെ മുകളിലോ അങ്ങോട്ട് അതിന്റെ മുകളിൽ നിന്ന് എടുക്കണം. അത്രേ ഉള്ളൂ ടാസ്ക്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഉറിയിൽ നിന്ന് തൈര് എടുക്കുക, തൈര് എടുത്തിട്ട് കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണ എടുക്കുക, വെണ്ണ ഉരുക്കുക, നെയ്യ് ഉണ്ടാക്കുക. നെയ്യിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി നമ്മൾ ജഡ്ജസിന് സെർവ് ചെയ്യുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ നമ്മുടെ ഗെയിം തുടങ്ങാൻ പോവാണ്. 15 minutes ആണ് ഇവർക്ക് ഇതിന് കൊടുത്തിട്ടുള്ള ടൈം. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഹിയർ വി ഗോ. വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതോ ഒരു കലത്തിലാണ് കേട്ടോ തൈരുള്ളത്. അത് ആദ്യം കണ്ടുപിടിക്കണം. എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആയിരിക്കില്ല. സ്റ്റേജിന് മൊത്തത്തിലൊരു കുലുക്കൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ അരി ഇടിക്കുക, ആട്ടുക മുതലായ പരിപാടി കൊണ്ടാണ്. കൃഷ്ണ കലക്കി തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണയ്ക്ക് ആ പേര് കൊണ്ടും എന്തുകൊണ്ടും ചേർന്നൊരു ടാസ്ക് കിട്ടിയിരിക്കുന്നത്. കൃഷ്ണൻ വെണ്ണ കളിക്കോ.
ഈ സാധനത്തിന് എന്താ പറയാ അമ്മച്ചി? കടകോല്. എന്തായാലും പറയാ ഇതിനെന്താ പറയാ? കടയ അതിന് അല്ല അതിനെ കടകോലെന്നല്ലേ ഇത് പറയാ? കടയുന്നത് പോലെ. ആ, കടയുന്ന പോലെ. ഞാൻ വേറെ അല്ലല്ല, സഞ്ജു എന്താ പറഞ്ഞു? അത് പറഞ്ഞിട്ട് പോയാ മതി. പറയില്ല, ഞാൻ പറ പറയില്ല. സഞ്ജു. ഞാൻ പറയില്ല. വെണ്ണയുടെ ലാസ്റ്റിനെയൊക്കെ കണ്ടു തുടങ്ങിയിട്ട്. അല്ലേ? ഇത് കഴിയുമ്പോ അടുത്ത പണി ധന്യ രണ്ടും കൽപ്പിച്ചാണ്. ജുബിതേ, വല്ലതും നടക്കുവോ? ഇത് ഇത്ര പാടുള്ള പണിയായിരുന്നല്ലേ? അറിയില്ല. ആ, ഇവിടുന്ന് ആ ഒരു ശബ്ദമൊക്കെ കേൾക്കണ്ടല്ലേ? കൃഷ്ണ തപ്പി കണ്ടുപിടിച്ചു തുടങ്ങി. ഞാനിവിടെ വന്നപ്പോ വിചാരിച്ചു ഈ പ്ലാവല കണ്ടപ്പോ ഇവിടെ നിന്ന് കഞ്ഞി എന്തോ കൊടുക്കണ്ട് എന്ന് വിചാരിച്ച, പക്ഷെ അതൊന്നും അല്ലായിരുന്നു സംഭവം. ആ, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അശ്വതി. ഏ? ഇവിടെ ആ, കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്നുണ്ട്. വെണ്ണയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗോകുലത്തിലാണോ വീട്? ഗോകുലത്തിലായിട്ട് വരും അതിനപ്പുറത്ത്. യശോദേ. പക്ഷേ ആ ഒരു നേരത്തെ ടാസ്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് ഇത് നമ്മുടെ ജസ്ന പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ജസ്നക്കാണെങ്കിൽ ആ കറന്ന് ആ പ്രോസസ് തൊട്ടുള്ള പരിചയം ഉണ്ടല്ലോ. ഈ പാലും തൈരും വേണമെന്ന് എന്നെ വിട്ട് പോവില്ല. അതെ അതെ, കറവക്കാരി ജസ്നെന്നാണ് ഇപ്പം അവിടെ നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. ഇവിടെ വെണ്ണ നല്ല നല്ല കുറച്ച് ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ജസ്ന കടേനെ കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ ഒന്നും വെളിയിലേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നത് വരെ. ഇവിടെ ജുബിതയുടെ ഏകദേശം കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ജുബിത കുറച്ച് തൈരെടുത്ത് തൈര് കടഞ്ഞ് വെണ്ണയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ജുബിത അവകാശപ്പെടുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ധന്യ, യെസ്. ഇവിടെ ഭയങ്കര ഗംഭീര പരിപാടിയാണ്. യെസ്, രണ്ടുപേരും ഇനിയിപ്പോ ശരിക്കും ടൈറ്റ് കോമ്പറ്റീഷൻ ഇവർ തമ്മിലായിരിക്കും. നമ്മുടെ ധന്യയും ജൂബിതയും തമ്മിൽ രണ്ടുപേരും അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് ഒറ്റ നോട്ടത്തില്. സത്യം പറയട്ടെ, ഞാൻ വിചാരിച്ചു ഇവരെ പറ്റിച്ചാണ് ഇതെന്ന് വെച്ച് ഇതിനകത്തൊന്നും കിട്ടൂല എന്നല്ലേ? പക്ഷെ കിട്ടിട്ടോ. എടുത്തതാ. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് വെണ്ണ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേർക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇപ്പോഴും. ബാക്കിയുള്ളവരുടെ അവസ്ഥ ഇപ്പോഴും പരിതാപകരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ഇതിലൊന്നും തളരരുത്. ജുബിത ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ ഇത്രയും ഭാഗത്ത് നല്ല മണമാണ്. ഇവിടെ നെയ്യായില്ലേ? നെയ്യായി, നെയ്യില് പരിപ്പ് ചേർത്തു. പരിപ്പ് ചേർത്തില്ലേ? ഇത് സെപ്പറേറ്റ് വേവിക്കാൻ പോകണം. നെയ്യായിട്ടുണ്ട്, പാത്രത്തിൽ നെയ്യുണ്ട് കേട്ടോ. എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട് കേട്ടോ.
നെയ്യുടെ മാത്രമല്ല കേട്ടോ, ഇവിടെ പലതരത്തിലുള്ള മണങ്ങൾ വരുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവണില്ല. നെയ്യുടെ ഉണ്ട്, പാത്രം കരിഞ്ഞതിന്റെ ഉണ്ട്, ഇത് ആരുടെ എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. ജുബിത കഴിഞ്ഞോ? ജുബിത ഇത് വെണ്ണയൊക്കെ ഉരുക്കിയോ? ഇതൊക്കെ എപ്പോ സംഭവിച്ചു? എല്ലാം സംഭവിച്ചു. കഴിഞ്ഞ പരിപാടി? പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. ആ നല്ലോണം കിട്ടിയായിരുന്നു. ഇവിടെ എല്ലാം കഴിഞ്ഞു എന്നാ പറയണേ. ശരിക്കും കഴിഞ്ഞോ? അത്രയും സമയമൊക്കെ ആയോ? ശരിക്കും കഴിഞ്ഞു. ആ ഇതാ പരിപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. നെയ്യിൽ പരിപ്പ് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ജുബിത അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജുബിതയുടെ ഫസ്റ്റ് ആണെന്ന് അവകാശപ്പെട്ടു കഴിഞ്ഞു കേട്ടോ. ധന്യ ഫിനിഷ് ചെയ്തു. ജുബിത കുറച്ചു നേരം മുമ്പ് തന്നെ ഫിനിഷ് ചെയ്തല്ലേ? ജുബിതയാണ് ആദ്യം ഫിനിഷ് ചെയ്തത്. കൊതി വെച്ച് എന്തിനുള്ള ടൈം കഴിയാണ്. നന്നായിട്ട് എല്ലാവരും കൂടെ ഉത്സാഹിച്ചേ. നന്നായിട്ട് കൈയടിച്ച് നമുക്ക് ആ ഒരു ഫൈനൽ ഡിഷിനെ പ്രസന്റ് ചെയ്യാം. ജഡ്ജസ് റെഡി ആണല്ലോ അല്ലേ? ഇതങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇനിയുള്ള എല്ലാ റൗണ്ടിലും ആദ്യം ആങ്കേഴ്സ് ടേസ്റ്റ് ചെയ്തിട്ടേ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുള്ളൂ. ഞങ്ങൾ തീരുമാനം എടുത്തു. ഇപ്പൊ ജഡ്ജസിന് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ആ പ്രോസസ്സ് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല പ്രൊസീജിയർ എത്രത്തോളം എല്ലാവരും ഫോളോ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും ദൂരെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് കണ്ടസ്റ്റൻസിന്റെ ഭാഗവും ആങ്കേഴ്സിന്റെ ഭാഗവും അതുപോലെ ജഡ്ജസിന്റെയും ഭാഗമായിട്ടുള്ള ഒരു അപൂർവ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ അമ്മച്ചിയാണ്. അതുകൊണ്ട് ഞാൻ അതിനൊരു ബ്രീഫിംഗ് തരാൻ വേണ്ടിയിട്ട് അമ്മച്ചിയെ സ്വാഗതം ചെയ്യാണ്. അപ്പൊ യു ക്യാൻ ജോയിൻ സഞ്ജു, അമ്മച്ചിയുടെ കൂടെ ആ റൗണ്ട്സിൽ ജോയിൻ ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇതിനകത്ത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ചെയ്തത് തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ധന്യ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് തൈര് എടുത്തത്. തൈര് കൊണ്ടുവന്ന് വെച്ചതും കടഞ്ഞതും അത് അതിന് ഇൻ്റലിജൻ്റ് ആയിട്ട് അതിനകത്ത് തെറിച്ചു പോകാതിരിക്കാനുള്ള ആവശ്യത്തിന് മാത്രം തൈരൊഴിച്ചു. അതിൻ്റെ ശരിക്കും നമ്മൾ കടയുമ്പോൾ സ്വല്പം ഇങ്ങനെ മുകളിൽ പിടിച്ച് കടയുമ്പോഴാണ് പെട്ടെന്ന് വെണ്ണ ഇങ്ങനെ ആയി വരിക. അത് കറക്റ്റായിട്ട് അതെല്ലാം ധന്യ ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണെങ്കിലും വെണ്ണ ആദ്യം ഉരുക്കി നെയ്യ് പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. പൊടിയെടുത്തു, പൊടി വെള്ളത്തിൽ കലക്കി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ, ഇപ്പം നമ്മൾ മൈദയൊക്കെ ആണെങ്കിലും പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ അത് കട്ടയാവും. അപ്പോൾ അതിന് പകരം പുള്ളി വെള്ളത്തിൽ ഇത് കടലപ്പൊടി ഇട്ടിട്ട് പരിപ്പ് പൊടി ഇട്ട് അത് കുതിർത്തിയിട്ടാണ് ഒഴിച്ച് അത് കുറുകി വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ടു. ഉപ്പ് ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, ഉപ്പൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് നെയ്യ് ഒഴിച്ചു, ഇറക്കി, അങ്ങനെ ചെയ്തു. ആവശ്യത്തിന് വെണ്ണ ഉണ്ടായിരുന്നു താനും. ഓക്കെ സഞ്ജു ടേസ്റ്റ് ചെയ്യും. സഞ്ജു ടേസ്റ്റ് ചെയ്യും. നാളെ ഷൂട്ടിന് പറയുന്നു, ഞാൻ വന്നില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അത് മാത്രമല്ല, വന്നാലും ഞാൻ ഒരുപാട് ഉച്ചത്തിലൊന്നും സംസാരിക്കുന്ന കാര്യമില്ല. അതൊരു പ്രിക്കോഷണറി മെഷറായിട്ട് കണ്ടാൽ മതി. നാളെ നോക്കാം. കുഴപ്പമില്ല, സഞ്ജു ഇത് കഴിച്ചു നോക്കാം. ഇതില് നെയ്യുടെ അംശം വളരെ കൂടുതലാണ്. അത്യാവശ്യം രുചിയുണ്ട്. നല്ല ക്വാണ്ടിറ്റിയിൽ നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു ധന്യ. അടുത്തത് ജുബിതയാണ്. അവിടെ ചെയ്തതെല്ലാം ഓൾമോസ്റ്റ് ധന്യയുടെ ഇതുപോലെയൊക്കെ തന്നെ ചെയ്തു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ഇതുണ്ടായത്, പുള്ളി പൊടി ഇട്ടിട്ടാണ് വെള്ളം ഒഴിച്ച്. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചു, വെള്ളത്തിലേക്ക് പൊടി ഇടുകയായിരുന്നു. അപ്പോൾ അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ അല്ല കട്ട കെട്ടി നമ്മളത് കുതിർത്തെടുക്കാൻ പാടാണ്. പുള്ളി ഇങ്ങനെ പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇതിട്ട് കഴിഞ്ഞിട്ടാണ് പൊടി ഇത് ചെയ്തത്. ലിക്വിഡ് ഫോമിലാണ് ഒഴിച്ചത്. അതൊന്ന്. രണ്ടാമത് വെണ്ണ അതിനകത്തേക്ക് ഒഴിക്കുക ചെയ്തത്. വെണ്ണ ഉരുക്കി നെയ്യ് ആക്കിയിട്ടല്ല, പുള്ളി വെണ്ണ അതിലേക്ക് ഇടുകയാണ് ചെയ്തത്. സഞ്ജു ഇവിടെ ഇങ്ങനെ കൊതിയോടെ നിൽക്കുന്ന കണ്ടില്ല. ഞാൻ തരാം, അങ്ങോട്ട് വരൂ. കഴിച്ചോളാ. സഞ്ജു, ഒരു ചൊല്ലുണ്ട്, കൊടുത്താൽ ഒരിടത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുത്താൽ മലയാളി വീട്ടമ്മയിലും കിട്ടും. നെയ്യുടെ അംശം അതിലാണ് കൂടുതൽ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ കഴിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല. സത്യം ഒരാൾ ടേസ്റ്റ് ചെയ്താൽ മതി. ഇതും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മതി, ആ വിരലും കൊണ്ട് ഇങ്ങോട്ട് വരൂ. അടുത്തത് കൃഷ്ണയാണ്. കൃഷ്ണയ്ക്ക് നെയ്യ് കിട്ടിയേ ഇല്ല. പിന്നെ കുറച്ച് കിട്ടിയെന്ന് മോള് പറയണോ അതിന് ടേസ്റ്റ് ചെയ്യ സഞ്ജു. വെണ്ണ ഉരുക്കി അല്ല കിട്ടിയ ഒരിത്തിരി വെണ്ണ ഇട്ടിട്ട് ഉരുക്കിയിട്ടില്ല. കഴിച്ചോ
മരുന്ന് ഞാൻ വാങ്ങിച്ചു തരാം. എന്താണ് ആ ഭാവം? എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലായില്ല. പയർ പൊടി കലക്കിയത്. ആണോ? അതിനാണ് ആ ഒരു നോട്ടം നോക്കിയത്. അതെ. ശരി. ശില്പയും ഏകദേശം അതൊക്കെ തന്നെ. എനിക്ക് വലുതായിട്ട് പറയാനില്ല. അവിടെ ഇതിൽ കണ്ട കൂടുതൽ വെണ്ണ അവിടെ ഉണ്ട്. ഇതൊക്കെ വിധിയാണ് സഞ്ജു. ഓ അല്ല പറഞ്ഞ നാളെ എനിക്കത് സംഭവിക്കാലോ. ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാന്ന് മനസ്സിലായില്ലേ സഞ്ജു? താടിയിൽ പരിപ്പ്. വാ. ഇതെടുത്താ പോരായിരുന്നോ മോളെ? ഇത് തന്നെ. ഇതിനകത്തിരിക്കുന്ന വെണ്ണ. നേരത്തെ ഇവിടെ ഈ 3 പേരിൽ എനിക്ക് വലുതായിട്ട് അഭിപ്രായം ഒന്നും പറയാനില്ല. ഒന്നും തന്നെ ഉണ്ടെന്ന് പറയാൻ എനിക്കില്ല. അപ്പൊ അമ്മച്ചി ഈ തൈര് കടയുന്നതാണോ പശുവിനെ കറക്കുന്നതാണോ എളുപ്പം എന്ന് ജസ്റ്റിനോട് ചോദിച്ചാൽ പശുവിനെ കറക്കുന്ന അത്ര എളുപ്പം. ചുമ്മാ അതിനെ. ഭയങ്കര ഉപ്പ്, നല്ല ടേസ്റ്റ്. നന്നായിട്ടുണ്ടോ? അല്ല, 2 എക്സ്പ്രഷൻ വന്നു. എന്തിനാ എന്നോട് ഇത് ചെയ്തു? വരൂ വരൂ. ഇങ്ങനെ ഇറക്കണോ? കൊച്ചു കുട്ടികൾക്ക് ഈ കുറുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്ത എക്സ്പ്രഷൻ അല്ലേ? ഇത് ഒരുമാതിരി കുറുക്കായി പോയി. അതേ എക്സ്പ്രഷൻ ഇപ്പൊ കണ്ടു. എനിവേ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി. പക്ഷെ ഇത്രയും പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ അമ്മച്ചിക്ക് ശരിക്കും തൈര് കടയാൻ അറിയോ അമ്മച്ചി? അറിയാം, എനിക്കറിയാം. അമ്മച്ചി തൈര് കടയെന്ന് കാണാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ? പ്ലീസ് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. കടന്നു വരൂ. അമ്മച്ചിക്ക് തറയിലിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. സ്റ്റൂളിലിരുന്നിട്ടാണ് ഞങ്ങൾ തൈര് കടയുന്നത്. കയ്യടിക്ക് മക്കളെ, കൈയടിക്ക്. അതേ വേണ്ട. ദേ വെണ്ണ വന്നു. അപ്പൊ ശരിക്കും എങ്ങനെയാ തൈര് കടയേണ്ടതെന്നുള്ള ആ ഒരു രീതി നമ്മുടെ അമ്മച്ചി കാണിച്ചു തരികയും ചെയ്തു. അമ്മച്ചി താങ്ക് യു സോ മച്ച്. അമ്മച്ചി നമ്മുടെ മുത്താണ്. സോ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. പറയുന്നത്ര എളുപ്പമല്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ജുബിത, ഞാൻ ജുബിതരൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുബിതയുടെ മൊത്തം ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. കൂളായിട്ട് എനിക്ക് തോന്നുന്നു കൊടുത്ത ടൈമിനേക്കാളും 2 മിനിറ്റ് മുൻപ് ജുബിത തീർന്നു. പക്ഷെ അത് വെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ഇപ്പോഴാണ്. അത് സാരമില്ല, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഔട്ട്കം എന്താണ്? ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ റൂൾ പ്രകാരം വെണ്ണ നെയ്യാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ പയറ് പൊടി ഇട്ടിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കുക എന്നാണല്ലോ. പക്ഷെ നന്നായി ചെയ്തു. ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ, ലോഡ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. എനിക്കിങ്ങനെ ഒരാൾക്ക് മാത്രം പറയാൻ പറ്റുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത്. കൃഷ്ണ, നമ്മൾ ഇവരെടുത്തതെല്ലാം കുറച്ചുകൂടെ കുറവായിരുന്നു. നിങ്ങളെടുത്തതും പിന്നെ നടുക്കത്തുള്ള കുട്ടി എടുത്തതും ശില്പ എടുത്തത് രണ്ടുപേരും കുറേ കൂടിപ്പോയി. അതുകൊണ്ടാണ് പുറത്തൊക്കെ ഇങ്ങനെ ചാടി വന്നത്. അപ്പോൾ കുറവായിട്ട് എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ട്രിക്ക് അമ്മച്ചി പഠിച്ചു കൊടുത്തില്ലേ. ഇത് ഭയങ്കര ചെയ്യാൻ പാടാണ്. പക്ഷെ എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്തില്ലേ, ക്ലീൻ ചെയ്തു, എല്ലാം വൃത്തിയായിട്ട് ഇത് ചെയ്ത് ട്രൈ ചെയ്ത് ലാസ്റ്റ് അറ്റംപ്റ്റ് വരെ അറ്റൻഡ് ചെയ്തില്ല. അത് തന്നെ വലിയ കാര്യം. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് വളരെ പ്രത്യേകതയുള്ളൊരു ഡിഷ് ഉണ്ടാക്കി തന്ന ഈ 5 പേർക്കുള്ള മാർക്ക് എന്താണെന്നുള്ളത് അറിയണ്ടേ? നമുക്ക് ജഡ്ജസിനോട് മാർക്ക് ചോദിക്കാം. അല്ലേ സഞ്ജു? അതെ, ഒരു ഫോർ എ ചേഞ്ച് ജഡ്ജസ് ഇവിടെ ഒന്നാണ് മാർക്ക് പറയും പ്ലീസ്. കുറച്ച് സമയമായിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് കാഴ്ച കാണുമല്ലേ? അതിലെന്തോ ഞാൻ മണക്കുന്നു. അതാണ് നേരത്തെ മണക്കാൻ കഴിയണം. പെട്ടെന്ന് വരൂ. അല്ല, നല്ല മണമാണോ ഇങ്ങനെ? അല്ല, അതിലെന്തോ വേറെ എന്തോ മണക്കുന്നു. ചീഞ്ഞ് നാർന്നു ഇല്ല. നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണേ തീർച്ചയായിട്ടും. സഞ്ജു. ഇതിനു മുമ്പുള്ളതെല്ലാം നമുക്ക് മറക്കാം. സഞ്ജു പകരം വിട്ടാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ്. പ്ലീസ് എല്ലാരും വരൂ. ആ ഡ്രസ്സിന്റെ ഒക്കെ ഒരു ഭംഗി ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ലല്ലോ. മാർക്ക് പറയട്ടെ? ഓക്കെ, ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ജസ്ന 46 ഔട്ട് ഓഫ് 100. ഏറ്റവും ഹയസ്റ്റ് സ്കോർ ഇസ് ഗോയിങ് ടു ബി ഫോർ ധന്യ 67. ശില്പ വിഷമിക്കല്ലേ?
ഐ ലൈക്ക് യുവർ സ്പിരിറ്റ്. 45 ആണ്. കൃഷ്ണ വിഷമിക്കരുത്. ഔട്ട് ഓഫ് 100 46. ഓക്കെ. ജുവിത 63 on 100. സോ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ധന്യക്കാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ടാസ്കിൽ. 67 out of 100. നമ്മൾ എന്തായാലും നമ്മുടെ സുന്ദരിമാരായ ജഡ്ജസിനെ ഈ വേദിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് വെറുതെ ഒന്നും അല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ സ്നേഹത്തോടെയുള്ള വിളി അല്ല, കണ്ടല്ലോ. എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായ ചിത്രം എന്ന സിനിമയിലെ ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. എത്ര രസകരമായ ആചാരങ്ങൾ, ഇതുപോലെ ഇനിയും ഒരുപാട് ആചാരങ്ങളുണ്ടോ? അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ നമുക്ക് പറയാനുള്ളത് വളരെ മനോഹരമായ ഒരു ആചാരം. അല്ല, ഇതെല്ലാം എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതെല്ലാം മുകളിലിരുന്ന ആള് കാണുന്നു. അതെ, മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട്. താഴേക്ക് വന്നാലും എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ നമുക്കിത് കഴിഞ്ഞ് പറഞ്ഞു തീർക്കാം. അല്ല ഇത് എന്റെ തീരുമാനമല്ല. ഞാൻ ഇനി ഈ ഒരു പരിപാടിക്കേ ഇല്ല, അംഗത്തിന് ഞാനില്ല ഇനി. അപ്പൊ ഇതാണ് സംഭവം. ഇത് ഒരാളായിരിക്കുമല്ലോ അടിക്കുക. ഇത് ആരെ കൊണ്ട് ഉറി അടിപ്പിക്കണം എന്നാണ് അമ്മ. അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും സീനിയേഴ്സ് ഇരിക്കുമ്പോ അവരെ കൊണ്ട് ആദ്യം അടുപ്പിച്ചിട്ട് വേണം ജൂനിയേഴ്സ്. അപ്പം സീനിയേഴ്സ് സഞ്ജു ആയതുകൊണ്ട് അങ്ങനെയാണോ? ഞാനായതുകൊണ്ട് ഞാൻ മറ്റേ ഇതിന്റെ കയറ് വലിക്കുന്ന. എവിടെ ഇതിന്റെ കയറ്? അല്ല, അമ്മച്ചിനെ വിളിക്കണ്ടേ? അമ്മച്ചി ഇല്ലാതെ ഒരു അമ്മച്ചി കണ്ണ് കെട്ടിത്തരാം. എല്ലാവരുടെയും കണ്ണ് കെട്ടിത്തരാം. അത് വേണോ? കണ്ണ് കെട്ടാതെ അടിക്കാൻ പറ്റോ? അമ്മച്ചി എല്ലാവർക്കും കണ്ണ് കെട്ടും. ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഫ്ലവേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന ക്രിയേറ്റീവ് ഡയറക്ടറിനെ നമുക്കിതൊന്നും കഴിഞ്ഞിട്ട് കാണണേ. അങ്ങനെ നമ്മുടെ ജഡ്ജസിന്റെ ഭാഗത്ത് നിന്ന് ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. ധീരമായ ആ ഒരു ഫസ്റ്റ് ചൂട് ആരുടെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യണം? വടിയൊക്കെ മേടിച്ച് കൈ പിടിച്ചിട്ട്? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് കം ഫസ്റ്റ്. ഞാൻ ഇവിടെ കെട്ടാൻ വിഷമിക്കണ്ട. എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നെയാണ് ഇഷ്ടം. പറഞ്ഞു കഴിയുമ്പോ അതിനു മുമ്പ് നല്ലോണം കറങ്ങും. മനപ്പൂർവ്വം സഞ്ജുവിന്റെ തലയിൽ അടിക്കാനാണോ എന്ന് ചേച്ചി മനപ്പൂർവ്വം സഞ്ജുവിന്റെ തല വെക്കുന്നുണ്ടോ? മൂന്ന് ചാൻസ് മതിയായല്ലേ? മതിയായി. നമുക്ക് അടുത്ത ആൾക്ക് നമുക്ക് ഏൽപ്പിക്കാം. കെട്ടഴിച്ചോളൂ. ഇനി ആർക്കും വേണമെങ്കിലും കടന്നു വരാം. അടുത്തത് ആരാണ്? ജാനകിക്കുട്ടി. ഇവിടെ ഒരാൾ ആയിരിക്കുമല്ലോ. എന്നെ കണ്ടോ? ഏകദേശം ഐഡിയ കിട്ടിയില്ലോ. ഇനി അങ്ങ് പോക്കും. ചരിഞ്ഞ് വലത്തോട്ട്. പോട്ടെ, സാരില്ല. റൈറ്റ് എന്ന് പറഞ്ഞ ഫ്രണ്ടിലേക്ക് അടിക്ക. നേരെ നടന്നോ. മുമ്പോട്ട് നടന്നോ. Last one try.
സോ ക്ലോസ്. സാരമില്ല, നന്നായിട്ട് ക്ഷീണം. സഞ്ജു വളരെ ട്രൈ ചെയ്തിരുന്നു. അടുത്ത സഞ്ജു ആണ്. അടുത്ത സഞ്ജു ആണ്. സഞ്ജു അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചേച്ചിയെ ഹെൽപ്പ് ചെയ്തു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആ യാ ആ ജോ വലിക്കും. Ready? 1, 2, 3. സഞ്ജു നേരെ തലയ്ക്ക് മുകളില്ല. സുന്ദരല്ലേ? കുറച്ച് സഞ്ജുയുടെ നേരെ അലൻ ഡയറക്ഷൻസ് തരണം. സഞ്ജു ചാട്. നേരെ ചാടണോ? ചാടിക്കോ. കിട്ടല്ലോ. കുറച്ചുകൂടെ താഴോട്ട്. ചാട് സഞ്ജു. കുറച്ചുകൂടെ സഞ്ജു ചാട്. ഓരോ ഹൈറ്റ്. താഴ്ത്തിക്കോളൂ, താഴ്ത്തിക്കോളൂ. ഇതെന്താണോ? ആരെങ്കിലും പറയൂ. ഹെലികോപ്റ്റർ ഷോട്ട്. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ അഭിമാനമായി മാറി. പക്ഷെ പണി വീണ്ടും വരും. ഫാന്റാസ്റ്റിക്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല അടുത്ത കാലത്ത് എങ്ങനെ ഉറി അടിച്ചിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. ഷീ വാസ് വെരി വെരി ക്ലോസ് ആക്ച്വലി. ഞാനായിരുന്നു ഏതോ ഒരു ഡിസ്റ്റൻസിൽ. പ്രൈസ് കിട്ടുമോ? ക്ലോസ് ആയിരുന്നു. അല്ല, ഞാൻ കൊറേ പ്രാവശ്യം ഞാൻ രേഖാമാമിന്റെ തലവരെ തട്ടി. മനഃപൂർവ്വമാണെന്നാണ് പറയുന്നത് സഞ്ജു. ഇതിലൊന്നുമില്ലല്ലേ? അതിലൊന്നുമില്ല. സഞ്ജുവിന്റെ തല പോലെ, സഞ്ജുവിന്റെ തല പോലെയാണ്, അതിനകത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ജഡ്ജസിന് കൊടുത്ത ഉറിയടി എന്നുള്ള ടാസ്കും പതിവ് പോലെ സഞ്ജു തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നു. എങ്ങനെ സാധിക്കുന്നു സഞ്ജു ഇത്? എനിക്കല്ലോ, നിങ്ങൾക്കല്ലേ സാധിക്കുന്നതൊക്കെ. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. നെക്സ്റ്റ് ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്. അത് ചെയ്യാനായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് അഞ്ജലി മാത്യു. ഞാൻ അഞ്ജലി മാത്യു, ഹസ്ബൻഡ് ലിജു സണ്ണി. ഞങ്ങൾക്കൊരു മകനുണ്ട് ജഗൻ. ഞാൻ കണ്ണൂർ ജില്ലയിലെ കൊമ്മേരി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ആളൊരിക്കലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വൈഫല്ല, അഡാപ്റ്റബിൾ ആണ്. ഒരു +2 ആയപ്പോൾ മുതൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടല്ല വളർത്തിയത്. അങ്ങനെ ഒരു പൊതു കാര്യങ്ങൾ എന്തു വന്നാലും ഓഫീസോ വില്ലേജ് ഇങ്ങനെയുള്ള എന്ത് കാര്യത്തിനാണേലും അവൾ മുന്നിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താറുണ്ട്. എൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഷീ ഈസ് വെരി ബോൾഡ്. പിന്നെ ഒരു കാര്യം എടുക്കാൻ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. So cute and sweet, she brings her joy and peace. She can be your wonder queen. Da 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 da.
നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവരും ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളൊരു വീട്ടമ്മയുടെ മാത്രം ചുമതലയാണ്. ഹസ്ബൻഡിനെ ആയാലും മക്കളെ ആയാലും പേരൻസിനെ ആയാലും ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സിനെ ആയാലും എൻ്റെ റിലേറ്റീവ്സിനെ ആയാലും ഒരേപോലെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു വീട്ടമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നാളെ വീട് എന്താണെന്നുള്ളത് അത് ആ കയറി വരുന്ന സ്ത്രീയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സൈഡിലുള്ള എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഞാൻ പെരുമാറുന്നതിലും നന്നായിട്ട് തന്നെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ആൾക്ക് കഴിയാറുണ്ട്. അത് രാവിലെ എൻ്റെ കൂടെ എണിച്ച് എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും. അതിപ്പോൾ എനിക്ക് അസുഖമുള്ള ആളാണ്, എന്നാലും അത് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എനിക്കെല്ലാം വേണ്ടതും ചെയ്തു തരുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും അനീതി പ്രവർത്തിച്ചാൽ അത് പ്രതികരിക്കാനുള്ള കഴിവ് അവളെ കൊണ്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും ഓവർ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അവൾ റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ അത് അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അവൾ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ മദർ ഇൻ ലോയിനെയോ ഫാദർ ഇൻ ലോയിനെയോ എത്രത്തോളം സ്നേഹിക്കുന്നു അതനുസരിച്ച് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ സ്വന്തം അമ്മയെയും അച്ഛനെയും ബാക്കി സിബ്ലിങ്സിനെയും എല്ലാവരെയും സ്നേഹിക്കും. അത് നിങ്ങൾ ഒരു തവണ ചെയ്തു നോക്കിയാൽ ഒരു പക്ഷേ അത് പ്രൂവ്ഡാണ്. എനിക്ക് അവൾ നല്ലൊരു മോളാണ്. അതുപോലെ തന്നെ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു മോളായിട്ട് ഇറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഫ്ലാറ്റിനേക്കാൾ ഉപരി അവൾ പ്രേക്ഷകരിൽ നിറഞ്ഞു നിൽക്കുന്നവളായിരിക്കണം. പ്രൈസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ക്ലാസ്സാണ്. ഇതിൽ കിട്ടിയ ഗ്രൂമിങ് സെക്ഷനാണ്. കാരണം നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റീനെ ഒരിക്കലും കാണാൻ ശ്രമിച്ചിരുന്നില്ല. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ അത് നമ്മളെ തന്നെ ഒന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അഞ്ജലി, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ് ഉണ്ണി. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ് അഞ്ജലി. She is so cute and sweet. She brings her joy and peace. She can be your wonder queen. Da 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 da. So cute and sweet. She brings her joy and peace. She can be your wonder queen. Da 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 da. അഞ്ജലി, നമുക്കിവിടെ അറിയാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ളത് ഇവരെന്ത് ഔട്ട്ഡോർ ടാസ്ക് ചെയ്തു എന്നുള്ളതാണ്. ബിക്കോസ് നമുക്കും അറിയില്ല. ഞങ്ങളും ജഡ്ജസിനെ പോലെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക്? ടാസ്ക് വളരെ നല്ലതായിരുന്നു. എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്ന് ഇതോടുകൂടി മനസ്സിലായി. ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തത് എല്ലാം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ടാസ്ക് അത് ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ്. ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ ചെയ്തു കഴിഞ്ഞപ്പം. ശരിക്കും തീർച്ചയായും ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. കാരണം നമ്മള് ഇല്ല ഒരു തവണയെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്ന് തോന്നി. അപ്പൊ എന്തെല്ലാം മനോഹരമായ ടാസ്ക് എന്തായിരുന്നുള്ളത് നമുക്കിത് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ടസ്റ്റന്റ് അഞ്ജലി ചേച്ചിയുടെ വീടിൻ്റെ മുന്നിലാണ്. അഞ്ജലി ചേച്ചിക്ക് ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അഞ്ജലി ചേച്ചി നമ്മുടെ അടുത്തുണ്ട്. സോ അഞ്ജലി ചേച്ചി എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ പണി സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ. സിമ്പിളാണ്. നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ നെല്ല് കുത്തി പൊടിച്ച് ഉമിയെടുത്ത് അതിൽ നിന്ന് ഉമിക്കരി ഉണ്ടാക്കി പല്ല് തേച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് ടാസ്ക്. ഓക്കെ, അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാലോ. എന്തൊക്കെയാണ് നമുക്ക് വേണ്ട, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ നമ്മളെ സമയം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ലെറ്റ്സ് ഗോ. അപ്പം നെല്ലിരിപ്പുണ്ടോ ഇവിടെ? ഉറപ്പാണല്ലോ. തല്ലിപ്പൊളിച്ചല്ലേ. നെല്ല് കുത്താനൊക്കെ അറിയോ? ഇല്ല, ഞാൻ പഠിക്കണം. സാധനം ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ലളിതേച്ചി, ഓയ് അവിടെ ഒരലുണ്ടോ? ഇല്ലേ? ശൈലേച്ചി, എത്ര ചേച്ചിമാരാ അവിടെ? അല്ല, ഈ പരിസരത്ത്
വല്ലതും നടക്കുവോ? വല്ലതും നടക്കുവോ? ആ അതെ, കിട്ടി 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 കുട്ടൻ ചേട്ടാ. ശൈലേച്ചി വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ശൈലേച്ചി, അയ്യോ അയ്യോ, ശൈലേച്ചി എവിടെയാ? ഇതാണോ വീട്? എന്നെ കുറിച്ചോട്ടെ എന്തോ? അതെ അതെ, അതാണ്. ശൈലേച്ചി എടുക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. പിടിക്കണം, ഞാൻ പിടിക്കാം. ശൈലേച്ചി, 2 പേർക്ക് ഇത്രയും പോരെ? ഈ കൊച്ചു പല്ല് വെച്ചിട്ടില്ലായിരുന്നു, കുത്തിക്കോട്ടെ. സാധനം ഒന്ന് കാണണ്ടേ, കറക്റ്റ് ആണോ എന്നുള്ളത്? പറക്കണ കറക്റ്റ് ഉമ്മയായിട്ടുണ്ട്. ആണോ? ഇത്രേ വേണ്ടുള്ളൂ അല്ലേ? അതെ അതെ, ഇത്രേ വേണ്ടിയോ? ഇത് 1 മാസത്തേക്ക് ചേച്ചിക്ക് തേക്കാനുള്ളതായിട്ടുണ്ടല്ലോ. ഒരു 2 സാധനം കൂടെ എടുക്കാനുണ്ട്, ഓടിപ്പെടുത്തിട്ട് വരിക. എടുത്തിട്ടുണ്ട്. ഞാൻ വല്ലതും പിടിക്കണോ? ഇതിങ്ങനെ നമ്മളെവിടേക്കാ ചേച്ചി പോകുന്നത്? നമ്മൾ ഇനി അടുപ്പിന്റെ പരിപാടി നോക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ വിറകിനേക്കാളും നല്ല പുറത്തിറങ്ങാൻ തോന്നുന്നു. മുളയും കിടക്കണേ മണ്ണെണ്ണ. തീപ്പെട്ടി അങ്ങനെ കയ്യിലുണ്ടോ? ആ കയ്യിലുണ്ട്. മണ്ണെണ്ണ ഒരു 2 കൈക്കുള്ള മണ്ണെണ്ണ ഇരുന്നോട്ടെ. എല്ലാത്ത കത്തി എളുപ്പത്തിൽ കത്താനല്ലേ? ഓൾറെഡി എന്തായാലും പണികൾക്കൊക്കെ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന അടുപ്പുണ്ടാവില്ലേ? ഈ വിറകുണ്ടാവില്ലേ അടുപ്പിലേക്കൊക്കെ? അത് ഇവിടെ അങ്ങനെ കത്തിക്കാറില്ല, നമ്മൾ പണിക്കാരുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാറുള്ളൂ. കോടാലി, ഇതൊക്കെ ആരാ ചെയ്യുന്നത് സാധാരണ? ചേട്ടൻ ചെയ്യോ? ആരും ചെയ്യാറില്ല. ഇത്രയും ചെറിയ കഷ്ണം വേണോ? അതായിരിക്കും സൗകര്യം. ഇവിടെ ഇടാം. തുടങ്ങാം അല്ലേ? ഒരു ഒട്ടുപാലും കൂടി കിട്ടുന്നു. എന്തത്? ഒട്ടുപാല്. വാവ്, ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. ഇതിനെ കൊണ്ട് എളുപ്പത്തിൽ തീ പിടിക്കും. പെട്ടെന്ന് തീ പിടിക്കും. നമുക്ക് കുറച്ച് ചൂട്ടോടെ എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് ചൂട്ടോ കത്തിക്കാം. ഓല ഉണങ്ങിയത്
നമ്മൾ ചോദിച്ച സമയത്ത് തന്നെ ഇത്രയും കൃത്യമായി ഇത് നമ്മൾ ഈ വീട് കയറി താമസിക്കാൻ നേരത്ത് കുറച്ച് നെല്ല്, വെളിച്ചെണ്ണ, ഉപ്പ് അങ്ങനെയുള്ള സാധനം തേങ്ങയൊക്കെ ആയിട്ടാണ് അന്ന് ചടങ്ങിന് കയറ്റിയ നെല്ല് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ഇനി പതുക്കെ അകത്തൊന്ന് തീട്ട് കൊടുത്താലോ? നോക്കാം നമുക്ക്. കത്തി തുടങ്ങിയിട്ടുണ്ട്. കത്തി തുടങ്ങി. ഇനി ഇത് മുഴുവൻ കത്തി കഴിയുമ്പം നമുക്കത് വാരിയിട്ട് അപ്പൊ ഇത് നമ്മൾ തട്ടി കൊടുക്കേണ്ട? ഇല്ല, ഇത് മൊത്തം കത്തും. ഇത് പതുക്കെ തീ പിടിക്കും. ഇത് കരിഞ്ഞു പോയാലും പ്രശ്നമുള്ള കാര്യമല്ല. ഇത് കരിഞ്ഞാണ് നമുക്ക് ഇത് കരിഞ്ഞാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇത് എടുത്തിടാനായിട്ടൊരു ഇത് കൊണ്ടുവരാം. എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിതിന്റെ മുകളിലേക്ക് ഇടാം. കാരണം പണ്ടൊക്കെ മെഴുകിയ തറയിലേക്ക് ആയിരുന്നു എടുത്തിരുന്നേ. നമുക്ക് മെഴുകിയ തറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഉമ്മിക്ക് ഇത് ഉണങ്ങി നമ്മളെ കരിഞ്ഞ സാധനം ഇതിന്റെ മുകളിലേക്ക് ഇടുക. ഏതാണ്ട് ഉമ്മിക്കരിയുടെ ടെക്സ്റ്റർ ഒക്കെ ആയിട്ടുണ്ട്. ഉമ്മിക്കരി കാണാത്തവര് കണ്ടോളൂ, ഇങ്ങനെ തന്നെയാണ് ഉമ്മിക്കരി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? എന്താ ചെയ്യാൻ പോണേ? ഇനി ഇത് ഉപ്പ് പൊടിച്ചതിന് ശേഷം അത് ചൂടാറാൻ വെച്ചിട്ടില്ലേ? ആ അല്ല പൊടിയുപ്പില്ലേ ഇവിടെ? പൊടിയുപ്പ് ഉണ്ടെന്നാലും കല്ലുപ്പ് ചേർക്കാനാണ് ടേസ്റ്റ്. അത് ഏതായാലും നമ്മൾ തരിയാണല്ലോ, അതല്ല മാത്രമല്ല തരിയാണല്ലോ. അപ്പൊ ഉപ്പ് തീരെ നൈസായി കഴിഞ്ഞാൽ നമുക്ക് പല്ലിനെ ശരിക്കും ടച്ച് ചെയ്യുന്ന സമയത്ത് തീരെ നൈസായി കഴിഞ്ഞാലേ ഇത് അലിന്നു പോകും പെട്ടെന്ന്. അപ്പൊ ഈ പൊടി ഇതൊന്നും പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. ചൂടാറി രണ്ടും മാത്രം മതി. ചൂടാറി ഇത് നല്ല പാകത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഉപ്പിന്റെ തരി ഇങ്ങനെ വെയിൽ കൊണ്ടിട്ട് ചൂട് കൂടുമല്ലോ ചെയ്തത്. ചൂടൊന്നും കൂടിയിട്ടില്ല, പാകത്തിനാണ്. പക്ഷെ ഇതിന്റെ എന്തായാലും കംപ്ലീറ്റ് ആവുന്നില്ലല്ലോ. പല്ല് തേക്ക് തീർച്ചയായും പല്ല് തേക്ക് ഞാൻ പല്ല് തേക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നമുക്ക് ചേട്ടനെ കൊണ്ടുവന്ന് തേപ്പിച്ചാലോ? ചേട്ടൻ എന്നും ചെയ്യാറുണ്ട് കേട്ടോ, രാവിലെ വൈകുന്നേരം ചെയ്യാറുണ്ട്. ഉമ്മിക്കരി കൊണ്ടാണ്? അല്ല, പേസ്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാറുണ്ട്. ഞാൻ തേക്കാം, ഞാൻ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആണോ? അപ്പൊ തേക്കാറില്ലെന്ന് അർത്ഥം. എൻ്റെ അനിയത്തി ഒരു ദന്തസ്റ്റ് ആണ്. ഈ നിമിഷത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ആയിട്ടുണ്ടല്ലേ? 2 പേരെ കാര്യം എനിക്കിപ്പോൾ പറയാനുണ്ട്. എനിക്ക് 2 ആൻറ്റിമാരുണ്ട്, ഡാജി ആൻറ്റി, സാരി ആൻറ്റി. ഞങ്ങളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിച്ചിട്ടില്ല. ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലില്ല. എല്ലാ കാര്യങ്ങളും അവർ തന്നെയായിരുന്നു ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കുള്ള വലിയൊരു താങ്ക്സ്. അവരുടെ കണ്ണ് ചിലപ്പോൾ വീറനണിയുണ്ടായിരിക്കും ഞാനിത് ചെയ്യുന്നത് കണ്ടിട്ട്. അപ്പോൾ ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി. ഞാനിതൊന്ന് പകർത്തിക്കോട്ടെ. അല്ല, നമ്മുടെ അഞ്ജലി ചേച്ചിയുടെ ഉമ്മിക്കരി ഇത് റെഡി ആയി കഴിഞ്ഞു. പരത്തി കളയരുത്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്ന് ഈ നിമിഷം കംപ്ലീറ്റ് ആണെങ്കിൽ വേറെ പല്ല് തേക്കണം. നമ്മുടെ ആങ്കർ ഒരു ഒരാഴ്ചയായി കാണും പല്ല് തേച്ചിട്ട്. ഒരു ക്ലോസപ്പ് ഷോട്ട് ആങ്കറിന്റെ പല്ലിന് മാത്രം പോരാ. ഇല്ല, ഞാൻ എന്നെ കാണിക്കും. ഒന്ന് ചിരിക്കും. ഞാൻ ആദ്യം കാണിക്കും. ഇത് തേക്കുന്നതിന് മുമ്പ്, തേച്ച് കഴിഞ്ഞിട്ടുള്ള പിന്നീട് കാണിക്കും. ഇനി അടുത്ത ആങ്കർ ചിരിക്കൂ. ശരിക്കും അടിയിലത്തെ പല്ലെന്ന് കണ്ടോട്ടെ. നമുക്ക് ഫസ്റ്റ് പല്ല് തേക്കുന്നതിനായിട്ട് ആങ്കറിനെ തന്നെ പരീക്ഷിക്കാം. ഞാൻ തന്നെ വേണോ? എടുത്തോളൂ. ഞാനും കാണിച്ചു തരും. ഞാൻ കാണിച്ചു തരും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അഞ്ജലി ചേച്ചിയുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെല്ലൊക്കെ എടുത്ത് പൊടിച്ച് ഉമിയൊക്കെ എടുത്ത് അതും കരിച്ച് ഉമിക്കരിയാക്കി ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ പല്ലും കൂടെ തേച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കണ്ടാണല്ലോ. പക്ഷേ ഫൈനൽ ഡിസിഷൻ എന്തായാലും നമ്മുടെ ജഡ്ജസിൻ്റെയും ബാക്കിയുള്ള വീട്ടമ്മമാരുടെയും കയ്യിൽ തന്നെയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മൾ രണ്ടുപേരുടെയും വൃത്തിയായിട്ടുള്ള ഒരു പല്ലിന്ന് കാണാം. ചേച്ചി, സത്യം പറഞ്ഞാൽ നെല്ലടിച്ച് ഉമിക്കരി ഉണ്ടാക്കാന്ന് പറഞ്ഞത് ഇത്ര സംഭവം ബഹുലമാവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അല്ല, ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. സാധാരണ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ പറയാറ്. അപ്പം നമ്മുടെ ആങ്കർ എന്തായാലും പറയാറ് കഴിച്ച് രുചിച്ചു കിട്ടും നല്ലതാണ്. പല്ല് തേച്ച് കാണിക്കുമോ എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നു. അതെന്തായാലും ഞാൻ അല്ല, അത് വേറൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ അമ്മച്ചി എവിടെ നിന്നോട് പറഞ്ഞു. പക്ഷെ കാര്യം ശരിയാണ്, പല്ല് വെളുത്തല്ലോ എന്ന് പറയാൻ ഞാനൊന്ന് പല്ല് തേച്ചില്ലായിരുന്നു. ജഡ്ജസിലേക്ക് പോവാം. ഞാൻ ആദ്യം ഈ ടാസ്കിനെ പറ്റി പറയുന്നതിന് മുൻപ്, അഞ്ജലി ശരിക്കും ഒരു വക്കീലല്ലേ?
കേസില്ലാ വക്കീലാണോ കേസുള്ള വക്കീലാണോ? ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു, പിന്നെ പ്രൊഫസറായിരുന്നു, ഇപ്പം വീട്ടിലിരിക്കുന്നു. ലോ കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പം ശരിക്കും കുഞ്ഞുവാവേനെ നോക്കിയിരിക്കുന്നു. എത്രയായി വാവയ്ക്ക്? 4 മാസം. 4 മാസം. ഓക്കെ. അപ്പോൾ അതാണ് എന്താ പറയുക ഇപ്പോഴത്തെ മെയിൻ പ്രൊഫഷൻ. അതെ. പക്ഷെ എനിക്ക് ഒരു കാര്യം ഈ ടാസ്ക് കണ്ടപ്പോൾ മനസ്സിലായത്, വക്കീലന്മാരോട് കളിക്കാൻ പോവരുത് എന്ന് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. പിന്നെ മാത്രമല്ല വളരെ ഈസി ആയിട്ട് സംസാരം കൊണ്ടുവരാനും ടാസ്കിലുടനീളം അത് ഫൺ എലമെൻറ്റോടു കൂടി സംസാരിച്ച് ഓടി നടന്ന്. ശരിക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യണം. ഇത് ശരിക്കും അറിയാമായിരുന്നു ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? എല്ലാം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് എവിടെയെങ്കിലും മുമ്പ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എൻ്റെ വിചാരം കൽക്കരി പൊടിച്ചാണ് ഉമ്മിക്കരി ഉണ്ടാക്കണേന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നേ. എന്നൊക്കെ വിളിച്ച ആരായിരുന്നു? അത് ലളിത ചേച്ചി. ലളിത ചേച്ചി. ഓടിപ്പോയത് അല്ലല്ല, ശൈല ചേച്ചിയാണ് ഓടിപ്പോയത്. അപ്പൊ ശൈല ചേച്ചിക്ക് ഒരു വലിയ ഹായ് ആക്ച്വലി. കാരണം ഓടിപ്പോയിട്ട് അയൽക്കാരിയെ ഹെൽപ്പ് ചെയ്യണം എന്നൊരു മെന്റാലിറ്റി. അല്ല, അത് അവിടെ എല്ലാവരും അങ്ങനെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ എറണാകുളത്ത് തന്നെയുള്ള ആളാണ്. ഞാൻ അങ്ങോട്ട് കല്യാണം കഴിച്ചു പോയതാണ്. ഒരു ഇത്രയും അങ്ങോട്ട് കണ്ണൂര് ഇത്രയും അയൽവക്കം അല്ലെങ്കിൽ ഇത്രയും ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു നാട്ടുകാരൻ ഞാൻ ഫസ്റ്റ് ടൈം. യു ഡിഡ് ഇറ്റ് ഫാന്റാസ്റ്റിക്കലി. വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അഞ്ജലി, യെസ് മാം. ഇപ്പം ടാസ്കിൻ്റെ കാര്യങ്ങളെല്ലാം വിൻചേച്ചി പറഞ്ഞു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലി പൊതുവേ ഒരു നീറ്റായിട്ടുള്ള വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുക്കം ചിട്ടയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേ വെരി ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അഞ്ജലി. അപ്പോൾ ഇവർ കൊടുത്ത ടാസ്കിന് നിങ്ങൾ അയ്യോ ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടെൻഷൻ അടിക്കാതെ ഓടി ഓടി നടന്നു പോയി എല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട്, അതും 4 മാസമേ ആയിട്ടുണ്ട് പ്രസവിച്ചിട്ട്, ആക്റ്റീവായിട്ട് എല്ലാം അറിയാത്ത ഒരു സാധനം അറിഞ്ഞ് എല്ലാം ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ദാറ്റ്സ് വെരി ആക്ട്സ് ഓഫ് യു. ആക്ട്സ് ഓഫ് യു വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് ചെയ്തതിൽ. മലയാളി വീട്ടമ്മ വന്നതുകൊണ്ടല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. അഞ്ജലി വളരെ നന്നായിരുന്നു. ഒരുപാട് പോസിറ്റീവ്നെസ് ആൻഡ് വക്കീലിൻ്റെ എന്താ നോട്ട് ഓൺലി പ്രൊഫഷൻ അല്ലേ, നമ്മൾ ഐ നോ both of us have the same qualities. വുഡ് കട്ടിങ് ഓസം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ആദ്യം അഞ്ജലി അവിടെ തന്നെ ജനിച്ച് വളർന്ന് ഇതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് അതിന് പറയുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം യു ഹാവ് ഡൺ ഇറ്റ്. ആൻഡ് അത് മാത്രമല്ല എന്താ ടു കോൺഫിഡൻറ്റ് ആൻഡ് എല്ലാ സ്ഥലങ്ങളിലും യു നോ ഈ സാധനങ്ങൾ എവിടെ ഇരിപ്പുണ്ട്, യു നോ ഇറ്റ് വെരി വെൽ. അതേപോലെ നീറ്റായിട്ട് ജോമോൾ പറഞ്ഞ പോലെ നീറ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത ശേഷം തിരിച്ച് അത് വെച്ചു. എല്ലാമേ വളരെ ക്ലെൻലിനെസ് ആണ്, പെർഫെക്റ്റ്. സോ ഐ റിയലി ലവ് ഇറ്റ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യു. ആൻഡ് എൻഡിൽ ആ ആങ്കറിയും പല്ല് തേച്ച് വെച്ചല്ലേ, ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, കോൺഫിഡൻറ്റ്. യു ആർ സോ കോൺഫിഡൻറ്റ്. സോ ഐ ലവ് ദാറ്റ്. താങ്ക് യു. അഞ്ജലിയുടെ ആ ഒരു ഔട്ട്ഡോർ ടാസ്ക്, ഇൻഡിവിജ്വൽ ടാസ്ക് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മാർക്സിലേക്ക് പോകാം. പക്ഷെ അതിന് മുൻപ് ഒരു ചോദ്യം കൂടി ഉണ്ട്. അഞ്ജലി, ഇത് ഈ ക്വസ്റ്റ്യൻ അഞ്ജലിക്ക് വേണ്ടി എഴുതിയതാണോ എന്ന് എനിക്ക് ഡൗട്ടില്ലാതില്ല. കാരണം ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു, അഞ്ജലിയോട് ചോദിക്കാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് അഞ്ജലി അഭിഭാഷക ആയതുകൊണ്ട്. ഇപ്പോൾ ഈ അടുത്ത് കേരളത്തിൽ നടന്ന ഒരു കാര്യത്തിനെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ ഈയിടെ അഭിഭാഷകർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. ഓക്കെ, മാധ്യമപ്രവർത്തകർ സമൂഹത്തിൻ്റെ വെട്ടവും വെളിച്ചവുമാണെന്ന് അഞ്ജലിക്ക് വിശ്വാസമുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. എന്താണ് അഞ്ജലിയുടെ തുറന്ന അഭിപ്രായം? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരു ഇഷ്യൂ ഉണ്ടായത് അത് ചില കാര്യങ്ങൾ നമ്മൾ രഹസ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ചില ക്രൈംസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിൻ്റേതായ രഹസ്യങ്ങളിൽ വെച്ചുകൊണ്ട് വേണം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതർവൈസ് അത് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തുന്നത് അത് ഇന്ന് ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ അതെടുക്കുന്നത്. അങ്ങനെ ഇൻ ക്യാമറ പ്രൊസീജിയർ, അങ്ങനെ ഒരു പുറത്തറിയാൻ പാടില്ലാത്ത ഒരു കാര്യം എന്തുകൊണ്ടും അത് മീഡിയ ആയാൽ പോലും അത് അറിയാതെ വേണം മീൻസ് പ്രൊസീഡിങ്സ് നടത്താൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മാധ്യമപ്രവർത്തകര്
വരണ്ട എന്ന് തന്നെയാണോ? കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകർ വരണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മാധ്യമപ്രവർത്തകരെ ഇൻക്ലൂഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രൈംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ആണ്, ക്രൈംസ് അല്ല ഇഷ്യൂസ് ആണെങ്കിൽ തീർച്ചയായും അവർ ഒഴിവാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. മാധ്യമധർമ്മം എന്താണ് പിന്നെ? മാധ്യമ പ്രവർത്തനം കൊണ്ട് ഒരു ഇഷ്യൂവും അതിൻ്റെ എല്ലാ ഡെപ്തിലേക്കും ഇറങ്ങി ചെല്ലരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു കുട്ടിയെ ഒരു സ്ഥലത്തിട്ട് ഒരു പീഡനം നടത്തി അതിൻ്റെ ഒരു വസ്തുതകളും അറിയാതെ അത് മാധ്യമങ്ങളിൽ എറിഞ്ഞ് ഇന്ന് ഏതായാലും റേറ്റിംഗ് എന്നുള്ളത് ചാനൽ മാത്രമല്ല എല്ലാവരും നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടോക്കായതിനു ശേഷം ഡിസിഷൻ എടുക്കാതെ ഡിസിഷൻ ആയതിനു ശേഷം ടോക്കാവുന്നതിനോടാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യത്തിൽ തീരുമാനമായി, നമ്മുടെ മലയാളി വീട്ടമ്മയ്ക്ക് എന്ത് കേസും ധൈര്യപൂർവ്വം അഞ്ജലിയെ ഏൽപ്പിക്കാമെന്ന് തീരുമാനമായി. ഓൾ ദി വെരി ബെസ്റ്റ്. അഞ്ജലിയുടെ ടാസ്ക് പോലെ തന്നെ ബോൾഡായിരുന്നു അഞ്ജലിയുടെ ആൻസർ. താങ്ക് യു. അതിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് അഞ്ജലിക്ക് 78/100. താങ്ക് യു. അങ്ങനെ നമ്മുടെ മലയാളി വീട്ടമ്മയുടെ സംഭവ ബഹുലമായ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ. Costume courtesy Ashwati and Jomol, La Doris Day Boutique, Alua Road, Angamali. Costume courtesy Rajni Chandi, Unolil Silks.